ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് വീട്ടിൽ. എൻ്റെ ഒരു കൊച്ചുമോനും കൂടെ ഉണ്ടായിരുന്നു, മോനും ഒരു മോളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മോള് പുറത്തേക്ക് പൂച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നു. അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പൂച്ച പുറത്തേക്ക് വന്നപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് വന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് പൂച്ച പുറത്തിറങ്ങിയപ്പോൾ പൂച്ചയുടെ കൂടെ അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ പുറത്തേക്ക് ഇറങ്ങിയ സമയമാണ് ഇവർ നടന്ന് കയറി വന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. അപ്പം ഞങ്ങളാരും കാണുന്നില്ല, കുഞ്ഞിപ്പോൾ കയറി വരുമല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് കുഞ്ഞ് കയറി വരാത്ത ഒരു സമയമായി കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം കുഞ്ഞിനെ കാണാത്തതുകൊണ്ട് ചോദിച്ചു എന്തിയെന്ന് ചോദിച്ചു. എന്തിയെന്ന് ചോദിച്ചപ്പോൾ അന്നേരം പരിക്കാത്തെല്ലാം നോക്കി കാണാത്തത് കൊണ്ട് പിന്നെ ഇവിടെ മൊത്തം പുറമെ എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞ് കാണാതായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്കാകെ വേവലാതിയായി. അതിലൊക്കെ വീടുകളിലും പരിസരങ്ങളിലും എല്ലാം അന്വേഷിച്ചു, എന്നും കണ്ടില്ല. അപ്പോൾ അടുത്ത ഒരു വീട്ടിലെ CCTV നമ്മൾ നോക്കുമ്പം ആ CCTV കാണുന്നുണ്ട് കുഞ്ഞിനെ ഇവിടെ മുറ്റത്ത് നടന്ന് കയറി വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് CCTV മനസ്സിലായ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ കുഞ്ഞിനെ ഏത് വഴിയല്ല കൊണ്ടുപോയെന്ന് നമുക്കറിയില്ല. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കമ്മലൂരാൻ ശ്രമിച്ചപ്പോൾ അവൾ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്ക് എൻ്റെ പപ്പനെ കാണണം, എൻ്റെ വീട്ടിൽ കൊണ്ടുവിടണമെന്നും പറഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോയി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ആണ് കുഞ്ഞിനെ ഇറക്കി വിട്ടത്. കുഞ്ഞിനെ ഇറക്കി വിട്ട് കുഞ്ഞ് കരഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ കട പോലെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തു നിന്ന് കുറച്ച് പ്രായമായ ഒരു മനുഷ്യനെ കരച്ചിൽ കേട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞാണ് ഇരുട്ടത്ത് കുഞ്ഞ് നടന്ന് വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ കണ്ട ആ ചേട്ടൻ ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ കുഞ്ഞാകെ തണുത്ത് മരച്ചായിരിക്കുന്നത്. പിന്നെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ 2 മണിക്കൂർ ശേഷമാണ് വീട്ടിലേക്ക് തിരികെ വന്നത്. 2 മണിക്കൂർ ശേഷമാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത്. അപ്പോൾ അവിടുന്ന് അവർ പോലീസുകാരെ അറിയിച്ചു, അടുത്ത വീട്ടിലറിയിച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള പോലീസുകാരും ഇവിടെയുള്ള പോലീസുകാരും ഇവിടുത്തെ ജനങ്ങളും കൂടെ പോയിട്ടാണ് കുഞ്ഞിനെ ഇവിടെ ആക്കി തരുന്നത്. അതേപോലെയാണ് നമുക്ക് ആ ഒരു നിമിഷം കൊണ്ട് നമ്മൾ അനുഭവിച്ച വിഷമവും വേദനയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലത്തെ ഒരവസ്ഥയാണ് നമ്മുടെ വീട്ടിലുണ്ടായത്. ഇതേപോലെ മറ്റൊരിടത്തും ഒരു കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല. ഈ കൊണ്ടുപോയ ആളാരാന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന ശിക്ഷാ നടപടികൾ അവർക്ക് തീർച്ചയായിട്ടും കൊടുത്താൽ അല്ലെങ്കിൽ ഇനിയും വേറെ ഒരു മക്കൾക്കും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതേ അവസ്ഥയിലാണ്.